ഹായ്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് റീസെൻ്റായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാനാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കൃഷ്ണകുമാർ ഇഷ്യൂ. ഈ കൃഷ്ണകുമാറിൻ്റെ ഇഷ്യൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ന്യൂസിൽ ഫോളോ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടായി. വേറെ ഒന്നുമല്ല, ഒരു സെറ്റിൽമെൻറ്റ് കണക്കാണ്. ഏകദേശം ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് 69 ലക്ഷം രൂപ ഇവരിൽ നിന്ന് ഈ 3 പെൺകുട്ടികൾ കടയിൽ നിന്ന് തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിന് അവർ സെറ്റിൽമെൻറ്റിൽ ഈ പെൺകുട്ടികളെ വിളിച്ച് വരുത്തി. അതിനുശേഷം കൃഷ്ണകുമാറിൻ്റെ ഒരു ബൈറ്റ് ന്യൂസിൽ കാണാനിടയായി. അപ്പോൾ ആ ബൈറ്റിൽ കൃഷ്ണകുമാർ പറയുന്നത് അവരപ്പം തന്നെ ഒരു 8 ലക്ഷത്തി സംതിങ് രൂപ മാല പണയം വെച്ചു, അങ്ങനെയോ ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം പലപ്പോഴായിട്ട് ഒരു 15 ലക്ഷം രൂപയും കൂടി ഇവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ എഗ്രിമെൻ്റ് ഇവരായിട്ട് സൈൻ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ കണക്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 69 ലക്ഷം തട്ടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ 18/5 23 ലക്ഷം രൂപ വാങ്ങി ഇത് സെറ്റിൽ ചെയ്യാൻ ഇവർ തീരുമാനമാക്കി. അപ്പോൾ ഇത് ഇവർക്ക് ശരിക്കും ഒരു നഷ്ടമല്ലേ? അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഇവർക്കൊരു നഷ്ടമാണോ? ഒരിക്കലുമല്ല. ഈ വിവാദം ശരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുമാണ്. ഈ പെൺകുട്ടികൾ അതിനുശേഷം ഈ പെൺകുട്ടികൾ കൺഫസ് ചെയ്യുന്നത് ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് കൺഫസ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി. അത് ചാനലുകളിലൊക്കെ വന്നു, ചാനലിൽ ബൈറ്റുകളായിട്ടാണ് വന്നത്. പക്ഷേ ഈ വീഡിയോ അവർ പുറത്തു വിട്ടത് അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും അത്യാവശ്യം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലാണ്. അതിൽ താരതമ്യേന കുറവ് ഫോളോവേഴ്സും കുറവ് വീഡിയോ റീച്ചും ഉള്ളത് ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫിന് സിന്ധു കൃഷ്ണകുമാറിനാണ്. ഞാൻ റീസെൻ്റായിട്ട് അവരുടെ യൂട്യൂബ് ചാനലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ അവരുടെ വീഡിയോസിനൊക്കെ ആവറേജ് വ്യൂസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 3 lakh വ്യൂസ്, 1 lakh to 3 lakh വ്യൂസൊക്കെയാണ് അവർക്ക് വന്നിരിക്കുന്നത്. അതിലും 3 lakhs കിട്ടിയിരിക്കുന്ന വളരെ ചുരുക്കം വീഡിയോസുള്ളൂ. പക്ഷേ ഈ വീഡിയോ പർട്ടിക്കുലർലി അവർ പോസ്റ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള അഹാന അതുപോലുള്ള അവരുടെ പെൺകുട്ടികളുടെ ആരുടെയും ഇതിൽ നിന്നല്ല. അവരുടെ ഇതിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിയേനെ എന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ. അത് വെച്ച് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇതിൽ നിന്ന് പോസ്റ്റ് ചെയ്യാം. പക്ഷേ അവർ അതല്ല ചെയ്തത്. അവരുടെ അമ്മയുടെ താരതമ്യേന റീച്ച് കുറവായിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത് പുറത്തു വിട്ടത്. കാരണം അവർക്കറിയാം, അവർ നല്ലൊരു മാർക്കറ്റിംഗ് ആയിരുന്നു അത്. കാരണം അവർക്കറിയാം എന്തായാലും ഈ വിഷയം ഫോളോ ചെയ്യുന്നവർ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം സെർച്ച് ചെയ്തത് കാണാൻ ശ്രമിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ താരതമ്യേന റീച്ച് കുറവായിട്ടുള്ള അവരുടെ അമ്മയ്ക്ക് മാക്സിമം റീച്ച് കിട്ടാനൊരു ചാൻസ് ഉണ്ട് അവരുടെ വീഡിയോയ്ക്ക്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ 21 ലക്ഷം ആളുകളാണ് കണ്ടിരിക്കുന്നത്. 2.1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. നോർമലി 3 lakh വ്യൂസൊക്കെ കിട്ടുന്ന ഒരു ചാനലിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ വിവാദം മൊത്തത്തിൽ ഇവർക്ക് ഒരു ഗുണം ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എപ്പോഴും ഇവരുടെ പേര് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഇത്രയും മീഡിയ അറ്റൻഷൻ ഇവർക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഏകദേശം എല്ലാ ന്യൂസ് ചാനലും ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. മിക്ക ഈ ന്യൂസ് ചാനലും ഒരു റീസണബിൾ ടൈം അവരുടെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനലുകൾ. അപ്പോൾ അതെല്ലാം ഇവർക്കൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു മാർക്കറ്റിംഗ് ആവുകയാണ്. പിന്നെ ഇവരുടെ ഒരു സ്ഥാപനമുണ്ട്. അത് അത്യാവശ്യം തിരുവനന്തപുരത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. അതിന് ഓൺലൈൻ ഇതുണ്ട്, ഓൺലൈനായിട്ടുള്ള സെല്ലിംഗ് ഉണ്ട് എന്നൊക്കെ ഈ യൂട്യൂബിൽ ഈ റീസെൻ്റായിട്ടുള്ള ന്യൂസ് വന്നതിന് ശേഷമാണ് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ ഇതൊരുപാട് അറിയാത്ത ആളുകളുണ്ട്. അവരിലേക്ക് ഈ പറയുന്ന ഈ ന്യൂസ് കാരണം അവരിലേക്ക് ഒരുപാട് ഇത് എത്തിയിട്ടുണ്ട്. പുതിയ കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുകൊണ്ടും ഈ വിവാദം ഇപ്പോൾ 69 ലക്ഷം രൂപയുടെ ഇത് 23 ലക്ഷം രൂപയ്ക്ക് കൃഷ്ണകുമാറും ഫാമിലിയും സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും പക്ഷേ ഈ വിവാദമായത് അവർക്ക് വളരെ ഉപകാരമായി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഇതുകൊണ്ട് പോകുന്ന ഈ കഴിഞ്ഞ ഒരാഴ്ച എടുത്തിൽ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഇതായിരിക്കും. അതുകൊണ്ട് അവർക്കും അവരുടെ സ്ഥാപനത്തിനും കിട്ടിയൊരു 1 രൂപ ചിലവില്ലാതെ കിട്ടിയൊരു മാർക്കറ്റിംഗ് ഉണ്ട്. അത് വളരെ വലുതാണ്. ആർക്ക് കിട്ടും? എത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് വേണം ഓരോ കമ്പനികൾ, ഓരോ സ്ഥാപനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ അവരുടെ ഒരു ഓസിയോ അങ്ങനെ തൊട്ട് പറയുന്ന ഒരു സ്ഥാപനം, അത് 1 രൂപ ചിലവാക്കാതെ അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇഷ്യൂ കൊണ്ട് സാധിച്ചു. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഇതൊരു ബ്യൂട്ടിക് മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ആളുകൾ, അതായത് പ്രത്യേകിച്ചും സ്ത്രീകളും ആയിട്ടുള്ളവർ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരൊക്കെ സ്കിൻ കെയർ ഒക്കെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഈ ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്പേസ് വളരെയധികം കൂടിക്കൊണ്ട് വരുന്നത്. എത്രയോ നമ്മളറിയാത്ത ബ്രാൻഡുകളൊക്കെ ഫേസ് വാഷുകളുമായിട്ടും ഹെയർ സെറം അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ പല ഇതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇതിന് ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ളൊരു ടൈമാണ്. ആ ടൈമിൽ ഇവർക്ക് ഇങ്ങനൊരു സ്ഥാപനം വഴി വലിയ രീതിയിൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റി, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ കാരണം എന്നുള്ളതാണ് അതിലുണ്ടായിട്ടുള്ള അവർക്ക് ഏറ്റവും വലിയ നേട്ടം. പിന്നെ ഇതിൽ തന്നെ ഒരു കണക്കിൽ ഈ അഹാന മറ്റേ കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കും അറിയാലോ ഈ സ്ഥാപനത്തിലെ ഒരു മാസത്തെ കച്ചവടം എത്രയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാലോ എന്ന്. അതിൻ്റെ പകുതിയാണ് ഒരു 5.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10-11 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണത്. അപ്പോൾ അത് ഇനി അവരുടെ ബിസിനസ് എന്തായാലും ബൂം ചെയ്യാൻ പോകുന്നുള്ളൂ ഈ ഇഷ്യൂ കൊണ്ട്. കാരണം കൂടുതൽ ആളുകൾ, എസ്പെഷ്യലി കേരളത്തിലെ സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ന്യൂസ് വന്നത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഓൺലൈനായിട്ടുള്ള ഇത് സെല്ലിംഗ് ഉണ്ട് എന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റി. എന്തുകൊണ്ട് ഈ വിഷയം കൃഷ്ണകുമാറിനും ഫാമിലിക്കും സാമ്പത്തികമായിട്ട് ഒരു തട്ടിപ്പിൽ ഇവർ പെട്ടുവെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവർക്കിത് വളരെ ഉപകാരമായി പെടാൻ പോകുന്നൊരു വിഷയമാണത്. അപ്പോൾ ജസ്റ്റ് ഈ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കാനുണ്ടായ ഒരു കാരണം തന്നെ ഇപ്പോൾ വളരെ ഹോട്ടായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോലും ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അത് അവർക്കും ഈ പറയുന്ന മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും നല്ല വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്. ആ സോഷ്യൽ മീഡിയ പ്രസൻസിൽ വളരെ അല്പം കുറവായിരുന്ന അമ്മയുടെ ചാനൽ വഴി ഈ വീഡിയോ പുറത്തു വിട്ട് അമ്മയുടെ ചാനലിന് ഒരു ബൂസ്റ്റ് കിട്ടി. വളരെ ക്ലവറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഇതിൻ്റെ ബാക്കിലുണ്ട്. അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു.